മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വെള്ളാർമല സ്കൂൾ റോഡ് സ്വദേശിയായ ശില്പയ്ക്ക് നഷ്ടമായത് മാതാപിതാക്കളെയും കൂടപ്പിറപ്പിനെയുമാണ്. ശില്പയുടെ വീട് നിന്നിരുന്ന സ്ഥലം ഇപ്പോൾ പാറക്കെട്ടുകളുടെ കൂമ്പാരം. എന്നാൽ പുനരധിവാസ പട്ടികയിൽ ശില്പയുടെ പേര് ഇനിയും ഉൾപ്പെട്ടിട്ടില്ല എന്ന് വേദനയോടെ മനസ്സിലാക്കുന്നു. ശില്പയുടെ വീടായിരുന്നു ഇത്. PK വിജയനും ഷീബയും കൊളുന്തുനുള്ളി പണം സ്വരുക്കൂട്ടി 10 സെന്റ് ഭൂമിയിൽ വെച്ച വീട് ജൂലൈ 30 എല്ലാം തകർന്നടിഞ്ഞു. എല്ലാം തച്ചു തകർത്ത് വഴിമാറിയൊഴുകി പുന്നപ്പുഴ കടന്നുപോയപ്പോൾ കൃഷ്ണ നിവാസ് എന്ന വീടിന്റെ അടയാളങ്ങളൊന്നും ഇവിടെ ബാക്കിയില്ല. ശില്പ എന്ന പെൺകുട്ടിക്കുള്ളത് ഓർമ്മകളുടെ ഭാരം മാത്രം. ശില്പയ്ക്ക് അച്ഛനെയും അമ്മയെയും സഹോദരൻ നിഖിലിനെയും നഷ്ടപ്പെട്ടു. ബന്ധുക്കളായ 10 പേരെയും ദുരന്തം കവർന്നു. ഇതിലൂടെ അച്ഛനും അമ്മയും അനിയനുമാണ് നഷ്ടപ്പെട്ടത്. വീട് ഇപ്പോൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ അടുത്തുള്ള വീട് വെച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ വീട് എന്നുള്ളത് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുന്നുള്ളൂ. മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. ഫുള്ള് പാറയും പിന്നെ റോഡുള്ള സ്ഥലത്ത് ഇപ്പോൾ പുഴയൊക്കെ ആയിട്ടാണ് ഉള്ളത്. ഗർഭിണിയായിരുന്ന ശില്പ ദുരന്തത്തിന്റെ തൊട്ടു മുമ്പുള്ള ദിവസം വരെ ഭർത്താവ് പ്രതീഷുമൊത്ത് ചൂരൽമലയിലെ വീട്ടിലുണ്ടായിരുന്നു. ഡോക്ടറെ കാണേണ്ടതിനാൽ തൃശ്ശൂരിലേക്ക് മടങ്ങിയതുകൊണ്ട് ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടു. വീട് നിന്നിടത്തു നിന്ന് കിട്ടിയത് ചെളി പുരണ്ട വിവാഹ ആൽബം മാത്രം. ശില്പയ്ക്കോ ഭർത്താവിനോ സ്വന്തമായി സ്ഥലമില്ല, വീടില്ല. എന്നിട്ട് പോലും പുനരധിവാസ പട്ടികയിൽ ശില്പയുടെ പേരില്ല. ലിസ്റ്റിൽ ആദ്യത്തെ കരട് ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് വന്ന അന്തിമ പട്ടികയിൽ പേരില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് അനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടുമെന്നാണ് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. ജീവിതത്തിൽ ഉണ്ടാക്കിയ സമ്പാദ്യം മൊത്തം വീട്ടിലേക്കും ഞങ്ങളുടെ പഠനം അങ്ങനെ കാര്യങ്ങളിലേക്കൊക്കെ ആയിരുന്നു അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ കഷ്ടപ്പാട് ഒന്നുമില്ലാതായി പോകരുത് എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആദ്യ പട്ടികയും 2ാം പട്ടികയിലെ A വിഭാഗവും ഇതിനകം തന്നെ അന്തിമമായി പ്രസിദ്ധീകരിച്ചു. ഇതിലൊന്നും ശില്പയുടെ പേരില്ല. ഇനി കാത്തിരിക്കുന്നത് B ലിസ്റ്റിനാണ്. പരാതി നൽകിയിട്ടുണ്ട്. പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയുണ്ട്. ഈ കുടുംബത്തിൽ ഇനി ശേഷിക്കുന്നത് ശില്പ മാത്രമാണ്. എന്നിട്ടും എന്താണ് ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടത്? സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടൽ ഉണ്ടാകേണ്ടത് അനിവാര്യതയാണ്. മനു ദാമോദരനൊപ്പം ചൂരൽമല സ്കൂൾ റോഡിൽ നിന്നും സുർജിത്ത് അയ്യപ്പത്ത്, 24.